നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറേജ് അക്കൗണ്ട് ആണ് ഈ സ്റ്റോറേജ് അക്കൗണ്ട്. ക്രിയേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നോട്ടിഫിക്കേഷൻ നോക്കിയാൽ ഡിപ്ലോയ്മെന്റ് സക്സീഡഡ്. സ്റ്റോറേജ് അക്കൗണ്ട് ടൈപ്പ് V2 ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് അക്കൗണ്ട് ഉള്ളിലുള്ള ഓവർവ്യൂ അതേപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏതൊരു അഷ്യൂർഡ് റിസോഴ്സും കാണുന്ന പോലെ കാണാം. ഡേറ്റ് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഇവിടെ കാണാം. LRS ലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജനറൽ പർപ്പസ് ആണ് V2 കൈൻഡ് ഓക്കെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജനറൽ പർപ്പസ് V2 ആണ്. ജനറൽ പർപ്പസ് V2 ആണ് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 4 സർവീസ് നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെവിടെ കാണുന്നത്, ലെഫ്റ്റ് സൈഡ്. ഇതാണ് ബേസിക്കലി ആ 4 സർവീസും. ഈ കണ്ടെയ്നർ എന്നുള്ളത് പേര് ഇപ്പൊ അവർ പറയുന്നത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇതിനെ തന്നെയാണ്, ബ്ലോബിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോബ് തന്നെയാണ് ബേസിക്കലി കണ്ടെയ്നർ. അത് പേര് മാറ്റി എന്ന് പറയില്ല, അങ്ങനെ ഇപ്പം വെച്ചിരിക്കുന്നതാണ് അവർ. ആദ്യം ബ്ലോബ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കണ്ടെയ്നർ എന്നാണ് അവർ വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇത് തന്നെയാണ് ബ്ലോബ്. പിന്നെ നമ്മൾ കണ്ട ഫയൽ ഷെയർ ഉണ്ട്, ക്യൂ ഉണ്ട്, ടേബിൾ ഉണ്ട്, 4 സർവീസ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ മറ്റേ പ്രീമിയത്തിലാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ മനസ്സിലാക്കുക, ഇവിടെ 4 കൂടെ എന്തില്ല, കാണിക്കില്ല. സെയിം സ്റ്റോറേജ് അക്കൗണ്ടിൽ അത് കാണിക്കില്ല. പ്രീമിയം ആണ് സെലക്ട് ചെയ്തെങ്കിൽ അക്കൗണ്ട് കൈൻഡ് പ്രീമിയം ആണ് സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾ ആ പ്രീമിയത്തിനകത്ത് ഏത് ടൈപ്പ് ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫയൽ ഷെയർ മാത്രമാണെങ്കിൽ 3 കാണില്ല, ഫയൽ ഷെയർ മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്യും. മനസ്സിലായോ വ്യത്യാസം മനസ്സിലായില്ലേ? സ്റ്റോറേജ് അക്കൗണ്ട് തന്നെ മാറ്റി കാണിക്കും, സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോർമൽ സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് V2 ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 4 ഉണ്ട്. അപ്പൊ 4 നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടെയ്നറിൽ വന്നു. ഇവിടെ ബൈ ഡിഫോൾട്ട് ഒരു ഫോൾഡർ കാണുന്നുണ്ട്, അത് അവിടെ നോട്ടെ, അത് ബൈ ഡിഫോൾട്ട് വരുന്നതാണ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ. നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോൾഡർ. മനസ്സിലായി, അങ്ങനെ വെച്ചാൽ മതി. ഇവർ എല്ലാം തലതിരിഞ്ഞിരിക്കും, ഇവർ ഓരോ പേര് പറയാം. അത് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഫോൾഡർ ആണ് ഉദ്ദേശിക്കുന്നത്. ഡെവോപ്സിലെ കണ്ടെയ്നർ വേറെയാണ്, ഇത് നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ട് കണ്ടെയ്നർ. സ്റ്റോറേജ് അക്കൗണ്ട് കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോൾഡർ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, എന്താ ക്രിയേറ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ അനോണിം ആക്സസ് പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസേബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് തൽക്കാലം ഞാനിപ്പോൾ ഡാറ്റാസ് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു, ഫോൾഡർ വന്നു. ഫോൾഡർ അല്ലെങ്കിൽ കണ്ടെയ്നർ ഫോൾഡർ എന്ത് വേണമെങ്കിലും പറയാം. ഫോൾഡർ വന്നു. നമുക്ക് എന്തെങ്കിലും ഡാറ്റ അപ്ലോഡ് ചെയ്യണമെങ്കിൽ സ്റ്റോറേജ് അക്കൗണ്ടിൽ, എസ്പെഷ്യലി ഒബ്ജക്ട് ലെവലൊക്കെ ആണെങ്കിൽ ഒരു കണ്ടെയ്നർ മിനിമം ക്രിയേറ്റ് ചെയ്യണം. നേരിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഡാറ്റ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് ബേസിക്കലി എന്ത് ഈ ഡാറ്റാസ് വന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ബ്രൗസ് ഫയൽ കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ ഒരു ഇവിടെ തന്നെ ഉള്ള ഡാറ്റ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ കുറച്ച് ഡാറ്റ ഏതെങ്കിലും ഡെസ്ക്ടോപ്പിലുള്ള നോക്കട്ടെ. ഷുവർ JK ഒരു ഫയല്. ഓക്കെ, അതേപോലെ ഇമേജ് എന്തെങ്കിലും ഉണ്ടോ, ഇമേജ് ഒന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. തൽക്കാലം ഞാൻ ഒരൊറ്റ ഫയൽ മാത്രം, ഫയൽ നോട്ട് ഫൗണ്ട്, ഇത് മാത്രം അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഡോക് ഫയൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തു, അപ്ലോഡ് കൊടുത്തു. ഓക്കെ, സിമിലർലി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ സാധാരണ ഗൂഗിൾ ഡ്രൈവിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അത് അപ്ലോഡ് ചെയ്തു, ഇത് അപ്ലോഡ് ചെയ്തു. ഓക്കെ, മൾട്ടിപ്പിൾ ഫയൽസും കൂടെ ഞാൻ എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. ബേസിക്കലി ഈ ഒരു ദിനത്തേക്ക് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ കറന്റ് നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ടിനകത്തുള്ള ഒരു കണ്ടെയ്നർ ആണ് ഡാറ്റാസ് എന്ന് പറഞ്ഞ കണ്ടെയ്നർ. അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഫയൽസ് അപ്ലോഡ് ചെയ്തു, അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓരോരോ ഫയൽസിനും എന്തുണ്ട്, ഓരോരോ യുണീക്ക് URL ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും എന്തുകൊണ്ടാണ് സ്റ്റോറേജ് അക്കൗണ്ടിന്റെ പേര് യുണീക്ക് ആക്കാൻ കാരണം എന്ന്. അതായത് ഓരോരോ ഫയലിനും അവർ എന്ത് ചെയ്യുന്നുണ്ട്, യുണീക്ക് URL ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ബാക്കിലേക്ക് വന്നിട്ട് കണ്ടെയ്നറിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ ഇതായിരുന്നു, ഡാറ്റാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കണ്ടെയ്നറിനകത്ത് പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഇത് കണ്ടെയ്നറിന്റെ URL ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കോപ്പി ചെയ്തു, ഇത് വലിയ സംഭവം ഒന്നല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാണ് അവർ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ശരിക്കും എന്ത്, കണ്ടെയ്നറിന്റെ URL. കണ്ടെയ്നറിനകത്ത് എന്താ ഉള്ളത്, ഇതിനൊക്കെ എന്താ പറയാ, ഒബ്ജക്റ്റ് ഡാറ്റ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റിനും എന്തുണ്ട്, URL ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഫോർ എക്സാമ്പിൾ ഈ ഒരു AWS കേസ് കൊണ്ടുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, അതിനും ഒരു URL ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തു,
അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. സിമിലർലി ഞാൻ അടുത്ത ഒബ്ജക്റ്റ് അഷൂർ JK എന്ന് പറഞ്ഞുള്ള സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, ഇതുണ്ട്. അതേപോലെ ബെസ്റ്റ് പ്രാക്ടീസ് പറഞ്ഞ അടുത്തൊരു ഒബ്ജക്റ്റ്, അതും ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അതൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഓക്കെ, സി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറേജ് അക്കൗണ്ട് വളരെ സിമ്പിൾ ആണ്, പക്ഷെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. മനസ്സിലായില്ലേ? കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റോറേജ് അക്കൗണ്ട് ചിലപ്പോൾ ഒരു 3 ക്ലാസ് ഒക്കെ വേണ്ടി വരും, അത്രയ്ക്ക് ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്കിയേ മേലെ ഉള്ളത് ഇതെന്തായിരുന്നു? ഇത് എന്തിന്റെ URL ആയിരുന്നു? ഇതെന്തിന്റെ URL ആണ്? കണ്ടെയ്നറിന്റെ URL ആണ്. ഇത് കണ്ടെയ്നറിന്റെ URL ആണ്. അപ്പൊ കണ്ടെയ്നറിന്റെ URL അവർ ജനറേറ്റ് ചെയ്ത് നോക്കി. ഇത് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതല്ല, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ബാക്കിൽ ജനറേറ്റ് ആവുന്നതാണ്. സ്വാഭാവികമായിട്ടും HTTPS ആണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഓക്കെ, ഇത് സെക്യൂർ ആണ്, മനസ്സിലായി. ഓക്കെ, ഇത് സെക്യൂർ ആണ്. S വന്നാൽ സെക്യൂർ ആണ്, സെക്യൂർ ട്രാഫിക് ആണ്. ഓക്കെ, HTTP അല്ല, PS ആണ്. PS സെക്യൂർ ആണ്. ഓക്കെ, അത് ഫൈൻ. പിന്നെ ഇതെന്തായിരുന്നു പേര്? ഇത് സ്റ്റോറേജ് അക്കൗണ്ടിന്റെ പേരാണ്. ഇത് യുണീക്ക് ആയിരിക്കും എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? യുണീക്ക്, അവിടെ തന്നെ യുണീക്ക്നെസ് വന്നു. ഓക്കെ, അവിടെ തന്നെ എന്ത് വന്നു? യുണീക്ക്നെസ് വന്നു. ഓക്കെ, പിന്നെ ഇവിടുന്ന് എന്താ പറയുന്നത്? blob.core.windows.net. ഓക്കെ, എന്തുകൊണ്ടാ പറയാൻ കാരണം? ആ ഒരു പേര് വരാൻ കാരണം എന്താ? പേര് വരാൻ കാരണം നമ്മൾ ആ സ്റ്റോറേജ് അക്കൗണ്ടിൽ യൂസ് ചെയ്ത സർവീസ് ചെയ്ത കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ വരുന്ന സർവീസ് ആണ്? ബ്ലോബ് ആണ്. ബ്ലോബ് ആണ്. അപ്പൊ ബ്ലോബിന് എന്തുണ്ട്? ഇതാണ് നമ്മുടെ യൂസ് ചെയ്ത സർവീസ് ബ്ലോബ്. ഓക്കെ, അപ്പൊ ബ്ലോബിന് എന്തുണ്ട്? ബ്ലോബിന് മാത്രമല്ല, ഫയൽ ഷെയർ ആകുമ്പോൾ ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ വേഗം ക്വിക്ക് ആയിട്ട് പോയിട്ട് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഫയൽ ഷെയർ ഇത് വേറെയാണ്, നമ്മൾ ഇവിടെ എത്തിയില്ല, ഇത് നമുക്ക് എത്താൻ ഇനി ഒരു ദിവസം കഴിയും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഷെയർ വൺ എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ URL സോറി, ഇതിന്റെ URL നിങ്ങൾ നോക്കി, ഇവിടെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? file.core.windows.net, ഇവിടെ blob.core.windows.net. അതായത് നിങ്ങളിപ്പോൾ ഒരു അഷൂറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ URL ഏതെങ്കിലും ഒരു ക്ലയന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാം, ഇതെന്താന്ന് പറയാം? ഇതൊരു ഫയൽ ഷെയറിന്റെ ഷെയർ ആണെന്ന് പറയാം, SMB ഷെയർ ആണെന്ന് പറയാൻ പറ്റും അല്ലേ? കാരണം ഇവിടെ ഫയലാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് സംഭവം കത്തി. ഓക്കെ, ഇത് ഫയൽ ഷെയർ ആണെന്ന്. ഓക്കെ, അതേപോലെ ടേബിൾ ക്യൂ ആണെങ്കിൽ അവിടെ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ടേബിൾ ക്യൂ ഡോട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു URL ഉണ്ട്, എക്സാക്ട് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ ഒരു URL ഉണ്ട് ബേസിക്കലി. അപ്പം ഓരോരോ സർവീസിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? URL ഉണ്ട്. അപ്പൊ ബ്ലോബിൽ വരുന്ന blob.core.windows.net ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ കണ്ടെയ്നറിന്റെ URL ആണിത്. കണ്ടെയ്നർ യുണീക്ക് ആയത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ അടുത്തത് ഒബ്ജക്റ്റ്, ഈ ഡാറ്റാസിനകത്താണ് എന്തുള്ളത്? ഈ ഫയൽ ഉള്ളത്. അതിനൊരു URL ജനറേറ്റ് ചെയ്തു. ഈ ഡാറ്റാസിനകത്താണ് അടുത്ത് എന്തുള്ളത്? അഷൂർ JK എന്ന് പറഞ്ഞ URL ഉള്ളത്. അതേപോലെ ഡാറ്റാസിനകത്താണ് ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. അപ്പം ഇതൊക്കെ എന്തായി? ബേസിക്കലി ഇതൊക്കെ എന്തായി? ഒരു യുണീക്ക് URL ആയി ബേസിക്കലി, ഇൻഡയറക്ട്ലി. അപ്പം അങ്ങനെ മനസ്സിലാക്കുക, ഓരോരോ ഒബ്ജക്റ്റിനും ഒരു യുണീക്ക് URL അവർ ജനറേറ്റ് ആവുന്നുണ്ട് മനസ്സിലാക്കുക. അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഡാറ്റാസിനകത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ URL ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു AWS ഇതിന്റെ URL ഞാൻ എൻ്റെ സ്റ്റോറേജ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ക്ലയന്റിന് ഷെയർ ചെയ്യണം. അവർക്ക് ഈ ഡാറ്റ കാണണമെന്നുകൊണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റണം? ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഹൈ സൈസുള്ള ഫയലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. ഡൗൺലോഡ് ആവും. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഇപ്പൊ കറന്റ്ലി പബ്ലിക് ആക്സസ് നോട്ട് പെർമിറ്റഡ് ആണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണിച്ച ഓർമ്മയില്ല. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആക്സസ് ലെവൽ എന്താണ് ഇപ്പൊ കറന്റ്ലി? പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് പറഞ്ഞാൽ ഇതിനകത്തുള്ളവർക്ക് ഈ ഒരു സ്റ്റോറേജ് അക്കൗണ്ടിൽ നേരിട്ട് അഷൂർ പോർട്ടൽ വഴി ആക്സസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ വന്നിട്ട് ആക്സസ് ചെയ്യാൻ കാണാം. ഫോർ എക്സാമ്പിൾ നമ്മൾ RBAC ഒക്കെ പഠിച്ചല്ലേ, ഓർക്കുന്നില്ല? RBAC ഇവിടെയൊക്കെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? RBAC അപ്ലൈ ചെയ്യാം. ആക്സസ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, നമുക്ക് സെയിം സംഭവം ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനനുസരിച്ചുള്ള പെർമിഷൻ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോറേജ് അക്കൗണ്ട് ആകുമ്പോൾ അതിന് വേറെ ടൈപ്പ് ഓഫ് പെർമിഷൻ ഉണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചെന്ന് ഓർമ്മയില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോർട്ടൽ ലോഗ് ചെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോണോ അല്ലെങ്കിൽ ശ്രീജിത്ത് ആരെങ്കിലും ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിലേക്കുള്ള ആക്സസ് കൊടുത്താൽ കാണാം. അത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു, മനസ്സിലായില്ലേ? VM കൊടുത്തിട്ടാണ് നിങ്ങൾ പഠിച്ചത്. അതേപോലെ എല്ലാ റിസോഴ്സിനും അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ വന്നു, നമുക്ക് ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ പെർമിഷൻ കൊടുക്കണമെന്ന് അഷൂർ സ്റ്റോറേജ് അക്കൗണ്ടിൽ കുറേ വഴിയിലൂടെ നമുക്ക് പെർമിഷൻ കൊടുക്കാം. അതിലൊന്നാണ് ഇങ്ങനെ ഈ ഒരു രീതി. അതായത് URL കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് മാത്രം പുള്ളിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്സസ് ചെയ്യാം സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതന്നെ മാറ്റണം. എന്ത്? ആക്സസ് ലെവൽ തന്നെ മാറ്റണം. ഓക്കെ, ഇപ്പൊ കറന്റ്ലി എന്താ ആക്സസ് ലെവൽ ഉള്ളത്? പ്രൈവറ്റ് ആണ്. ഇത് പബ്ലിക് ആക്കണം. പക്ഷെ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ഷൻ ഓപ്ഷനേ കിട്ടുന്നില്ല.
സെലക്ഷൻ ഓപ്ഷനെ കിട്ടുന്നത് മാറ്റാനേ പറ്റുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഓപ്ഷൻ ഇപ്പം ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത് എവിടുന്നാണ് വന്നിരിക്കുന്നത്? എൻറ്റയർ സ്റ്റോറേജ് അക്കൗണ്ട് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ എവിടുന്നാണ് ഈ ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്? എവിടുന്നാണ്? ജസ്റ്റ് ഒരു സിംഗിൾ കണ്ടെയ്നറിനകത്താണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എൻറ്റയർ സ്റ്റോറേജ് അക്കൗണ്ടിനെ ആ ഒരു പെർമിഷൻ ഇൻഹെറിറ്റ് ചെയ്ത് വന്നതിനെ കൊണ്ടാണ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് എവിടെ ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ കുറേ ഓപ്ഷൻസ് ആണ്, എല്ലാം കൂടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഈ സ്റ്റോറേജ് അക്കൗണ്ടിൽ ബൈ ഡിഫോൾട്ട് ഉള്ള കുറെ എനേബിൾ ആയിരിക്കുന്ന ഫീച്ചേഴ്സ് കാണാം. അവിടെ അലോ ഗ്ലോബ് അനോണിമസ് ആക്സസ് എന്തായിരുന്നു ഇപ്പം കറന്റ്ലി? ഡിസേബിൾഡ് ആണ്. ഓക്കെ, ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അല്ല എനേബിൾ വൺ ഈസ് പെർമിറ്റഡ് ടു കോൺഫിഗർ കണ്ടെയ്നർ ആസ് ടു അനോണിമസ് ആക്സസ് ടു ഗ്ലോബ് വിത്തിൻ ദ സ്റ്റോറേജ് അക്കൗണ്ട്. വെൻ ഡിസേബിൾ നോ ആക്സസ് ടു, അതായത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇൻ ടേം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എനേബിൾ കൊടുത്തു. തൽക്കാലം ഞാൻ എനേബിൾ കൊടുത്തു, സേവ് കൊടുത്തു. എന്നിട്ട് തിരിച്ച് വീണ്ടും കണ്ടെയ്നറിൽ വന്നിട്ട് ആ ഡാറ്റാസിൽ പോയിട്ട് ഇപ്പോഴും എന്തുതന്നെയാണ്? ഇപ്പോഴും പ്രൈവറ്റ് തന്നെയാണ്. ഓക്കെ, അവിടെ എനേബിൾ ചെയ്തത് കൊണ്ട് ഇവിടെ പബ്ലിക് ആവണമെന്നില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇനി ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയി. വേറെയും കുറച്ച് ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഗ്ലോബ് അനോണിമസ്, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഇത് ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ആ ബ്ലോബ് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് അവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് വന്നിട്ട്. ഓക്കെ, അതായത് ബേസിക്കലി ഞാൻ ആ നോട്ട് പാഡിൽ നോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ഒക്കെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ആ നോട്ട് പാഡ് ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിനകത്തുള്ള കണ്ടന്റ് കാണാൻ പറ്റും. മനസ്സിലായോ? അതാണ് ആ ഒരു ഗ്ലോബ് ത്രൂ URL വഴി ആക്സസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഓപ്ഷൻ. ഇത് വളരെ ബേസ് ആണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നല്ല നമുക്ക് റിയൽ ടൈം നമുക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെയൊന്നല്ല. ഇങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും ആവശ്യം നമ്മളൊക്കെ റിക്വയർമെന്റ് ഉണ്ട്. എൻഡ് ഓഫ് ദ ഡേ എല്ലാം എന്താണ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലപ്പം ഈ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് വേറൊരു അപ്ലിക്കേഷൻസ് നിന്നാണ് ആക്സസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് നിന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് URL അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും സ്റ്റോറേജ് അക്കൗണ്ട് ആക്സസ് തന്നെ കൊടുക്കേണ്ട സിനാരിയൊക്കെ വരുമ്പോൾ നമുക്ക് പല മെത്തേഡ് ഉണ്ട്. ആക്സസ് കീ ഉണ്ട്, അതേപോലെ ഷെയർഡ് ആക്സസ് സിഗ്നേച്ചർ ഉണ്ട്. ഇതൊക്കെ അതിന്റെ ആക്സസ് ചെയ്യാനുള്ള മെത്തേഡാണ്. നമുക്ക് 1 by 1 ഇതൊക്കെ കാണാം.